പിണറായി പറയുന്നത് വരെ ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് ഞാൻ പറഞ്ഞോ? അതാണ് വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അതാണ് വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രേക്ഷകരുടെ മുന്നിൽ ഇനി ഒരു അക്ഷരം വേണ്ടിയ കുത്തി കൊടലെടുക്കും ഞാൻ. ചതിയൻ ശാപം പറയല്ലേ. ബോർഡ് അടിവരയിട്ട് പറയുകയാണ് 2019 ദ്വാരപാലക ശില്പ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്ന് പറയുകയാണ്. ആ വാക്ക് മുഖവിലക്കെടുത്താണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പൊ ശില്പത്തിന്റെ നവീകരണത്തിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിട്ടില്ല എന്നോ? അല്ല, അനുമതി നൽകിയിട്ടില്ല എന്നാണ് അടിവരയിട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു ഏത്തപ്പഴം കിട്ടിയവന്റെ വായി കുത്തിക്കയറ്റി വെക്കാറുണ്ട്. ഇനി അന്വേഷണത്തിലൂടെ ഡോക്യുമെന്ററി എവിഡൻസ് ആണ് പുറത്തു വരേണ്ടത്. ഇതാണ് അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം. ഇതിൽ ശകലം ഒന്നുമില്ല. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്ന 10-24 പേജുകൾ മുഴുവനും വായിച്ചിട്ടുണ്ട്. എന്താ അണ്ണാക്കിൽ വല്ലതും പോയ? അണ്ണാക്കിലൊരു പ്രാണി അല്ല, മാധു പറയുന്നത് തെറ്റാണ്. ഞാൻ പറയാം, 6 ആഴ്ച കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇതിനകത്ത്. അങ്ങനെയൊന്നും പറഞ്ഞു പോകാൻ പറ്റില്ല ശ്രീ ഡി സുരേഷ് കുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഹെഡിങ്ങിൽ അവരുടെ ആ ലെറ്ററിൽ തുടങ്ങുന്ന റിപ്പോർട്ട് വിശ്വസ്തയോടെ സുനിൽകുമാർ വി IPS സൂപ്രണ്ട് ഓഫ് പോലീസ് സമർപ്പിക്കുന്നു എന്ന് വരെയുള്ള ഒപ്പുവെച്ച പേജ് വരെ 24 പേജുകൾ എന്റെ കൈവശമുണ്ട്. രണ്ടാമത്തെ FIR-ൽ 2019 ദേവസ്വം ബോർഡിനെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇത് പൂർണ്ണ രൂപമല്ല. 6 ആഴ്ച കഴിഞ്ഞാലേ ഇതിന്റെ പൂർണ്ണ രൂപം പുറത്തു വരികയുള്ളൂ എന്ന് അങ്ങ് പറയുന്നത് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. മാധു, ഭാഗികമായ റിപ്പോർട്ടിന്റെ ഭാഗം മാത്രം വെച്ചുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഭാഗികമാണെന്ന് അങ്ങ് പറയും. ശരി, അങ്ങനെയാണെങ്കിൽ ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എത്ര പേജുണ്ട്? നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗം. അല്ല, ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാനത് കണ്ടിട്ടില്ല. വളരെ അല്ല, കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് 6 മാസമാണ് അന്വേഷണ പരിധി 6 ആഴ്ചയാണ് അന്വേഷണ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇടക്കാലമായി വന്നിട്ടുള്ള റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ട് വെച്ചിട്ടല്ല ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് ദേവസ്വം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടാണ്. എന്റെ കൈവശം ഇരിക്കുന്ന അങ്ങ് കണ്ടിട്ടില്ലാത്ത വായിച്ചിട്ടില്ലാത്ത റിപ്പോർട്ട് ഭാഗികമാണെന്ന് അങ്ങ് പറയുന്നതിന്റെ അടിത്തറ എന്താണ്? അതൊരു കടുത്ത ആരോപണമായി പോയല്ലോ ശ്രീ സുനിൽകുമാർ. ആങ്കറുടെ പരമാധികാരം പ്രയോജനപ്പെടുത്തി എനിക്ക് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അല്ല, ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രവണത അത് ഒട്ടും ശരിയായ കാര്യമല്ല. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കാം, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? പിണറായി പറയുന്നത് വരെ ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? അല്ല, എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് ഞാൻ പറഞ്ഞോ? അതാണ് വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അതാണ് വളച്ചൊടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് പുള്ളിയെ ക്ഷമിക്കാം. പുള്ളിക്കും കുടുംബം, ജീവിതം എല്ലാം ഉണ്ടല്ലേ. ഇങ്ങനെ തട്ടിക്കുട്ടി മുമ്പോട്ട് പോവണ്ടേ, കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട്. പ്രേക്ഷകരുടെ മുന്നിൽ പറയല്ലേ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് വരെ ദേവസ്വം ബോർഡിനെ പറ്റി പരാമർശം ഉണ്ടായിട്ടില്ല. പരാമർശം ഉണ്ടായല്ലോ, ഇനി നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പറയുന്നതിന് മുമ്പ് പരാമർശം ഉണ്ടായെന്നാണോ അതിന്റെ അർത്ഥം? ആണോ? മാധു, ഇവിടെ CPM-ന്റെ പ്രതിനിധി വന്നിട്ട് പൊതുസമൂഹം മുഴുവൻ വിഡ്ഢികളാണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. മുരാരി ബാബുവിന് എതിരെ കേസെടുത്തിരിക്കുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? മുരാരി ബാബുവിനെതിരെ കേസെടുത്തിരിക്കുന്നത്? ഇപ്പോൾ ദേവസ്വം ബോർഡ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തല്ലോ. ഏത് അടിസ്ഥാനത്തിലാണ് മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാരണങ്ങൾ അതെ, അതുകൊണ്ടാ പറഞ്ഞേ സുരേഷ് കുമാർ, നമ്മളൊക്കെ ഈ കേൾക്കുന്ന പ്രേക്ഷകർ മുഴുവൻ മണ്ടന്മാരാണ്.
അതേ കാരണം തന്നെ 9 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അതേ കാരണം തന്നെ ദേവസ്വം ബോർഡിലെ അന്നത്തെ അംഗങ്ങളായിട്ടുള്ള പത്മകുമാർ, ശങ്കരദാസ്, രാഘവൻ എന്നിവർക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. 998 വിജയ് മല്യ സ്വർണം പൂശിയപ്പോഴും 2019 അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടപ്പോഴും ഒപ്പുവെച്ച ആളുകൾ ഒരേ ആളുകളാണെന്ന് അങ്ങ് പറഞ്ഞു. ആണോ? അത് അറിയാത്തവരുണ്ടാകുമോ? അത് അറിയാത്തവരുണ്ടാകുമോ എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ ആ ചോദ്യം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഏതറിയാത്തവർ? വിജയ് മല്യ മാധുവിന് ആവശ്യമുള്ള കാര്യം മാത്രം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്റെ യഥാർത്ഥ എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ വരാതിരിക്കാനുള്ള ബോധപൂർവമായ തടയിടലാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്? 98 വിജയ് മല്യ സ്വർണം പൊതിയാൻ വന്നപ്പോൾ ആ ഉത്തരവിൽ ഒപ്പുവെച്ച ആളുകളാണ് 2019 ഈ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈവശം കൊടുത്തപ്പോൾ ഒപ്പുവെച്ചത് എന്ന് അങ്ങ് പറഞ്ഞു. അത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് അന്ന് ഒപ്പുവെച്ചവർ, ഇന്ന് ഒപ്പുവെച്ചവർ? ഞാൻ ചോദിച്ച ഒരു കാര്യത്തിന് കൃത്യമായി അത് മറുപടി പറഞ്ഞില്ല. അതൊന്നെന്ന് പറയുന്നത് ശില്പം ആരാണ് ഇതിനിടയ്ക്ക് ശല്യപ്പെടുത്തുന്നത്? എന്തിനാ ഇടയ്ക്ക് ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾ പറഞ്ഞപ്പോ, നിങ്ങൾ മുഖ്യമന്ത്രിയെ അടക്കം പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നില്ലേ? നിങ്ങളെ ഈ സഹിഷ്ണുതയില്ലായ്മ ആദ്യം മാറ്റിവെക്കുക. ദ്വാരപാലക ശില്പ മുഖ്യമന്ത്രി പറഞ്ഞതെയാണോ വിമർശിച്ചത്? മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയൂ. താന്ത്രിക നിങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് പറയേണ്ടി വരും. ഇവിടുത്തെ ക്ഷേത്ര അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ 7000 കോടി രൂപ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പോലും ഞാൻ സംശയം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തില്ല. അത്തരം കാര്യങ്ങൾ ഉന്നയിക്കരുത് പ്ലീസ്. 98-99 കാലത്ത് ശ്രീ വിജയ് മല്യ അവിടെ സ്വർണം പൂശുമ്പോൾ ഈ പറയുന്ന ചില വ്യക്തികൾക്കെങ്കിലും അറിയാമായിരുന്നു ഇത് മൊത്തം സ്വർണമാണെന്ന്. അവിടെ ഇളക്കിയെടുക്കുമ്പോൾ അവർക്കറിയില്ലായിരുന്നു ഇത് സ്വർണ്ണമുണ്ട് എന്നുള്ളത്. പിന്നെ എങ്ങനെ ചെമ്പുവാളി എന്ന് പറഞ്ഞ് ഇളക്കിയെടുത്തപ്പോൾ അവർ അതിനടിയിൽ ഒപ്പുവെക്കുകയോ അനുമതി കൊടുക്കുകയോ ചെയ്തു? അല്ലെങ്കിൽ താന്ത്രിക വിധിപ്രകാരം അങ്ങയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഞാനത് ആവർത്തിച്ച് അങ്ങയോട് ചോദിക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അങ്ങാണ് പറഞ്ഞത് 98 ഉണ്ടായിരുന്ന അതോ ഉദ്യോഗസ്ഥരാണ്. ഇത് ഭയങ്കര കള്ളക്കളിയാണ് കേട്ടോ. അവിടെ നിങ്ങൾ സെലക്റ്റീവ് ആകുന്നു ആളുകളെ. നിങ്ങൾ ഞാൻ എന്റെ താല്പര്യപ്രകാരം ബിഹാന്റെ കണ്ടം കെട്ടിയ ആളാരാണ്? എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ. അല്ല അങ്ങ് പറയൂ. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയാൻ അനുവദിക്കാതെ അങ്ങ് പറയൂ. ഞാൻ എന്റെ താല്പര്യപ്രകാരം മറച്ചു പിടിച്ചത് ആരെയാണ്? ഞാൻ എന്റെ താല്പര്യപ്രകാരം മറച്ചു പിടിച്ചത് ആരെയാണ്? വ്യഗ്രത കാണിക്കുന്നു. മറച്ചു പിടിച്ചത് ആരെയാണ്? 98 സ്വർണം പൂശിയപ്പോൾ അവിടെ ഒപ്പുവെച്ച ആരൊക്കെയാണെന്ന് അങ്ങേക്കറിയാമോ? 98 അങ്ങ് കാണിക്കുന്നുണ്ടല്ലോ. അങ്ങ് ഇപ്പോൾ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഇത് ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാതെ 98 ഒപ്പുവെച്ച ആളുകളും 2019 ഒപ്പുവെച്ച ആളുകളും ഒരേ ആളുകളാണെന്ന് അങ്ങ് ഈ ചർച്ചയിൽ പറഞ്ഞു. അങ്ങേക്ക് 98 ഒപ്പുവെച്ച ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? ഒറ്റ ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? അല്ലല്ല, അത് ടങ് സ്ലിപ്പായി ചില കാര്യങ്ങൾ വീണുപോയാൽ അതിനെ എന്തൊരു അനീതിയാണിത്? ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ ഞാൻ അതിന്റെ ഒരു കുറവ്. ഞാൻ വിനയപൂർവ്വം അങ്ങോട്ട് പറയുന്നു. അങ്ങയുടെ ഊഴം കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം ചെയ്യാം, വോട്ട് രാവിലെ വരാം. Yeah.